മൂന്നാമത്തെ പീഡനക്കേസിൽ മാവേലിക്കര സബ് ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ ജാമ്യാപേക്ഷ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. രാഹുലിൻ്റെ കാര്യത്തിൽ ബലാത്സംഗത്തിനും പീഡനത്തിനുമൊക്കെ നമ്പറിട്ട് പറയേണ്ട അവസ്ഥയാണിപ്പോൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലായി എന്ന് കേട്ടാൽ ഏത് പീഡനക്കേസെന്ന് ചോദിക്കുമ്പോൾ പറയാനൊരു നീണ്ട ലിസ്റ്റുണ്ട്. നിലവിൽ മൂന്നാമത്തെ പീഡനക്കേസിലാണ് കോൺഗ്രസ് എംഎൽഎ ജയിലിൽ കിടക്കുന്നത്. യുവതി വിവാഹിതയാണെന്ന് അറിയാതെ സൗഹൃദത്തിൽ ആയെന്നാണ് രാഹുൽ നൽകിയ ജാമ്യ ഹർജിയിലെ പ്രധാന വാദം. ഉഭയസമ്മത പ്രകാരമാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. തിരുവല്ലയിൽ ഹോട്ടൽ മുറി ബുക്ക് ചെയ്തത് യുവതിയാണെന്നും പ്രതിഭാഗം വാദിക്കുന്നു. ഇതേപോലുള്ള ഒരു കേസിൽ കോടതി അറസ്റ്റ് തടഞ്ഞിരുന്നു. എന്നാൽ മറ്റൊരു പരാതിയിലൂടെ അറസ്റ്റ് ചെയ്തതിന് പിന്നിൽ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ ഉണ്ടെന്നാണ് രാഹുലിൻ്റെ അഭിഭാഷകരുടെ വാദം. മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചാൽ സെഷൻസ് കോടതിയെ സമീപിക്കും. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഈ വാദം കോടതിയിൽ നിലനിൽക്കാൻ സാധ്യതയില്ലെന്നാണ് നിയമ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. വിവാഹിതരും വീട്ടമ്മമാരും ഉൾപ്പെടെയുള്ളവർക്ക് വിവാഹ വാഗ്ദാനം നൽകി ചൂഷണം ചെയ്യുന്ന ഒരു രീതിയാണ് പ്രതി പിന്തുടരുന്നതെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരം സംഭവങ്ങളിൽ ഇനിയും ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. രാഹുൽ ജാമ്യത്തിനായി അപേക്ഷ നൽകുമ്പോൾ തന്നെ രാഹുലിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള അപേക്ഷ പോലീസും ഇന്ന് കോടതിയിൽ കൊടുക്കുന്നുണ്ട്. രാഹുലിൻ്റെ വളരെ അടുത്ത സുഹൃത്ത് ഫെനി നൈനാനെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്താനുള്ള ആലോചന അന്വേഷണ സംഘത്തിനുണ്ട്. എല്ലാ കാര്യങ്ങളും ഫെനിക്ക് അറിയാം എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ. സംഘം കഴിഞ്ഞ ദിവസം രാത്രി തിരുവല്ലയിലെ ഹോട്ടലിലെത്തി പ്രാഥമിക തെളിവുകളെല്ലാം ശേഖരിച്ചു കഴിഞ്ഞു. കസ്റ്റഡിയിൽ എടുത്ത ശേഷം 6 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിനോട് തികഞ്ഞ നിസ്സംഗതയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ പ്രകടിപ്പിച്ചത്. പല നിർണായക ചോദ്യങ്ങൾക്കും മൗനം തന്നെയായിരുന്നു രാഹുലിൻ്റെ മറുപടി. തെളിവുകൾ മുന്നിൽ നിരത്തിയുള്ള പോലീസിൻ്റെ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ രാഹുൽ തയ്യാറായുമില്ല. എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ അഭിഭാഷകനോട് ചോദിക്കൂ എന്ന മറുപടിയാണ് പോലീസ് ഉദ്യോഗസ്ഥരോട് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞത്. ഇപ്പോൾ മൂന്നാം ബലാത്സംഗ കേസിലെ പരാതിക്കാരിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ ഭീഷണിപ്പെടുന്ന സന്ദേശം കൂടെ പുറത്തു വന്നിട്ടുണ്ട്. തനിക്കെതിരെ നിന്നവർക്കും കുടുംബത്തിനും എതിരെ അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കുമെന്നാണ് ഭീഷണി. പേടിപ്പിക്കാൻ നീയെന്നല്ല ലോകത്ത് ഒരു മനുഷ്യനും നോക്കേണ്ടെന്നും വാർത്താസമ്മേളനം നടത്താനും അതിജീവിയെ രാഹുൽ വെല്ലുവിളിക്കുന്നുണ്ട്. കുറ്റസമ്മതം നടത്താനാണ് തീരുമാനമെന്നും അങ്ങനെ താൻ മാത്രം മോശമാകുന്ന പരിപാടി നടക്കില്ലെന്നും രാഹുൽ പറയുന്നു. എല്ലാത്തിൻ്റെയും എക്സ്ട്രീം കഴിഞ്ഞു നിൽക്കുകയാണ്. 1 മാസം മുന്നേ ആയിരുന്നുവെങ്കിൽ ഞാൻ ഇതൊക്കെ മൈൻഡ് ചെയ്യുമായിരുന്നു. ഇനിയൊന്നും സറണ്ടർ ചെയ്യില്ല എന്ന തീരുമാനമുണ്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയോട് പറയുന്നുണ്ട്. നീ എന്ത് ചെയ്താലും അതിൻ്റെ ബാക്കി ഞാൻ ചെയ്യുമെന്ന് രാഹുൽ ആ യുവതിയെ ഭീഷണിപ്പെടുത്തുന്നതും ചാറ്റിലുണ്ട്. നീ ചെയ്യുന്നത് ഞാൻ താങ്ങും, ബട്ട് നീ താങ്ങില്ല എന്നും രാഹുൽ വെല്ലുവിളി പോലെ പറയുന്നുണ്ട്. എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല, നീ ഇപ്പോൾ ചെയ്യും എന്ന് പറയുന്നതും കേസ് കൊടുക്കലാണ്. ഈ കേസ് കോർട്ടിൽ വരുമ്പോഴുള്ള അവസ്ഥ നിനക്കറിയാമല്ലോ, അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ നീ അതൊക്കെ കഴിഞ്ഞിട്ട് വാ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ യുവതിയോട് പറയുകയാണ്. കുറേ ബോധമില്ലാത്ത മുസ്ലിം ലീഗ് അണികളും തന്ത്രി കുടുംബത്തിലെ ഏറ്റവും മാന്യനായ രാഹുൽ ഈശ്വറും ചേർന്ന് നടത്തിയ വ്യക്തിഹത്യകൾ തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ വരുന്ന അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന പരാതികൾക്ക് കാരണം. സോഷ്യൽ മീഡിയയിൽ ഇവർ നടത്തിയ അവഹേളനവും കൂട്ട ആക്രമണവും തന്നെയാണ് ഇരകൾക്കെല്ലാം ധൈര്യം പകർന്നത്. അതുകൊണ്ട് ഇനിയും പരാതികളുമായി കൂടുതൽ പേര് എത്തും. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ നമ്മുടെ ഓരോ രാഷ്ട്രീയക്കാർക്കും വിദ്യാർത്ഥി നേതാക്കൾക്കുമൊക്കെ ഒരു പാഠമാണ്. 2 ഭാഗങ്ങൾ അതിനുണ്ട്. ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെയാണ് ഉയർന്നു വരുന്നതെന്ന് രാഹുൽ കാണിച്ചു തന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും എങ്ങനെ സംസാരിക്കണം, എതിരാളികളെ എങ്ങനെ നേരിടണം എന്നതൊക്കെ കൃത്യമായി ചെയ്ത് വിജയിച്ച ഒരാൾ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതേപോലെ ഒരു രാഷ്ട്രീയക്കാരൻ തകരുന്നത് എങ്ങനെയാണെന്നും 2ാം ഭാഗത്തിൽ മാങ്കൂട്ടത്തിൽ കാണിച്ചു തരികയാണ്. കുത്തഴിഞ്ഞ ഒരു ലൈംഗിക ജീവിതം, തനിക്ക് കിട്ടാൻ പോകുന്ന പദവികൾ വരെ എടുത്തു പറഞ്ഞുള്ള ഭീഷണി, പ്രലോഭനം എന്നിവ. മിനിമം പ്രതിപക്ഷ ബഹുമാനം പോലും ഇല്ലാതിരിക്കുക. ഒരിക്കലും ഒരു ജനസേവകൻ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ ചെയ്യാൻ പാടില്ലാത്തത് എന്തൊക്കെയാണോ അത് മാത്രമാണ് 2ാം ഭാഗത്തിൽ രാഹുൽ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ജാമ്യം കിട്ടിയാലും ശിക്ഷിക്കാതെ വിട്ടാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയക്കാരൻ ഇവിടെ ഇല്ലാതാകുകയാണ്.